നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ മൂന്നാം ഘട്ട തെളിവെടുപ്പ് കൂടെ ഇനി ബാക്കിയുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അത് എന്നാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഇനി മറ്റുള്ള വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റുള്ള കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ള റഹീമിന്റെ ചില കാര്യങ്ങൾ കൂടി നമുക്കിന്ന് ചർച്ചയിൽ പറയാം. അപ്പൊ ഇന്ന് അടുത്ത ഘട്ട തെളിവെടുപ്പ് നടക്കുകയാണ്. അതായത് വളരെ നിർണായകമായ ഒരു തെളിവെടുപ്പ് എന്നാണെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തുമ്പോഴും ഈ ലത്തീഫിന്റെ ഭാര്യയും കൊലപ്പെടുത്തി ആ വീട്ടിലേക്ക് എത്തുമ്പോഴും ഒക്കെ തന്നെ വളരെ ലാഘവത്തോടു കൂടി ഒരു ക്രൈം ത്രില്ലർ സിനിമ കണ്ടത് മറ്റൊരു ഏറ്റവും അടുത്തൊരു സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് സ്വന്തം തുല്യത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം രക്ഷിതാവിനെ പോലെ കരുതിയിരുന്ന ലത്തീഫ് എന്ന് പറയുന്ന ആ വ്യക്തിയെയും ആ ആളുടെ ഭാര്യയെയും മുത്തശ്ശിയെയും ഒക്കെ തന്നെ വധിച്ച വിവരം, തലക്കടിച്ചു കൊന്നതിന്റെ ഒരു ദൃക്സാക്ഷി വിവരണം എന്ന പോലെ ആ കാര്യങ്ങൾ വിവരിച്ച അഫാനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച താൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച 3 വ്യക്തികളാണുള്ളത്. ഒന്ന് ഷെമി എന്ന ഉമ്മയെ, പിന്നെ 2 അഫ്സാൻ എന്ന് പറയുന്ന സഹോദരനെയും, പിന്നീട് ഈ ഫസാനെയും. ഈ 3 പേരെയാണ് അഫാൻ ഏറ്റവും കൂടുതൽ ലോകത്ത് സ്നേഹിച്ചത്. ആ 3 പേരെയുമാണ് കൊല്ലാൻ, അമ്മയെ ഉൾപ്പെടെയുള്ളവരെ കൊന്നു എന്നാണല്ലോ അഫാൻ കരുതിയിരുന്നത്. അപ്പോൾ ഇന്ന് ആ വീട്ടിലേക്ക് എത്തുകയാണ്. ആ കൊട്ടാരം പോലത്തെ വലിയ വീട്, പുറമെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് സന്തോഷമാണ് എന്ന് തോന്നിക്കുന്ന, ആർഭാടമുള്ള ജീവിതം നയിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങൾ വലിയ നിലയിൽ ഇരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച ആ വീടിനുള്ളിൽ നടന്ന പല നിഗൂഢതകൾ നിറഞ്ഞ ഒരു വീടല്ലേ അത്. ആ വീടിനകത്തേക്ക് ഇന്ന് അഫാൻ എത്തുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ആ വീട്ടിലേക്ക് അഫാനെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് എത്തിച്ചിരുന്നു. മുത്തശ്ശിയുടെ തെളിവെടുപ്പിന് ശേഷം, അതായത് മുത്തശ്ശിയെ കൊന്നതിന് ശേഷം അഫാൻ നേരെ വന്നത് ഈ വീട്ടിലേക്കാണ്, കുളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് അഫാൻ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. അന്നും അഫാൻ ആ വീട്ടിലേക്ക് കയറാൻ ഒരു മടി കാണിച്ചിരുന്നു. പോലീസ് പുറകിൽ നിന്നും ഉന്തിത്തള്ളി കയറ്റി എന്നാണ് പിന്നീട് പറഞ്ഞിരുന്നത് പലരും. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരെ കൊന്ന മുറിയിലേക്ക് അഫാൻ പോവുകയാണ്. താഴെയുള്ള ആദ്യം കാണുന്ന മുറിയിൽ ഇളയ സഹോദരന്റെ മൃതശരീരം കണ്ടുവെന്നും മുകളിലത്തെ നിലയിൽ അഫാന്റെ തന്നെ മുറിയിൽ ഈ കാമുകിയുടെ മൃതശരീരം കണ്ടു എന്നുമാണ് പറയുന്നത്. ഈ 2 മുറിയിലേക്കാണ് അഫാൻ എന്ന് പോകുന്നത്. എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു ദൃശ്യങ്ങൾ. ആ സമയത്ത് വാർത്ത പുറത്തു വന്നപ്പോ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ അഫാന്റെ ഒരു ഫോട്ടോ, അതില് നമ്മുടെ ഫർസാനയെ ഒരു കസേരയിൽ ഇരുത്തിയാണ് ആ മൃതദേഹം ആദ്യം കണ്ടത്. അവിടെ ഇരുത്തിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതും. ആദ്യം അങ്ങനെയാണല്ലോ പറഞ്ഞത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് നമ്മുടെ ആ വാർത്ത പുറത്തു വന്ന സമയത്ത് ഒരു ദൃശ്യം, ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഒരുവിധം എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മുകളിലത്തെ അഫാന്റെ മുറിയിൽ തന്നെയാണ് ഫർസാനയെ കൊലപ്പെടുത്താനായിട്ട് അവിടെ കൊണ്ടിരുത്തുമായിരുന്നല്ലോ. പിന്നെ കസാരയിൽ ഇരുന്ന നിലയിലായിരുന്നു ഫർസാനയുടെ മൃതദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് പുറകിലായിട്ട് അഫാന്റെ ഒരു ചിത്രം, ചിരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രത്തിൽ ഈ ഫർസാനയെ കൊല്ലുന്ന സമയത്ത്, ഈ ചുറ്റിക കൊണ്ട് ഇങ്ങനെ ആഞ്ഞടിക്കുന്ന സമയത്ത് രക്തം തെറിച്ചിട്ടുള്ള ഒരു ഫോട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്വന്തം പ്രണയിനിയുടെ രക്തം ഈ അഫാന്റെ ചിരിച്ച മുഖത്തോട്ട് വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചിത്രം എനിക്കിപ്പോഴും പുറത്ത് വന്നിട്ടുണ്ട്. സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ചിത്രമാണ്. പ്രത്യേകിച്ചും ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു പ്രണയിച്ചവർക്ക്, പ്രണയവുമായി മുന്നോട്ട് പോകുന്നവർക്ക്, ജീവിതത്തിൽ പ്രണയം ഒരു വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ തന്നെ അതൊരു മരവിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു അല്ലേ. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കും, എങ്ങനെയാണ് നമ്മൾ ഇത്രയും ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ പ്രണയിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവരെ കൊലപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഫർസാന ഈ കടങ്ങളിലും അല്ലെങ്കിൽ ഇവരുടെ ഈ കുടുംബത്തിന്റെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഫർസാന എന്ന് പറയുന്നത് പുറത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആകെ കൂടി ഈ അഫാന് പക തോന്നാൻ ആ ഒരു മാല പണയം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാമ്പത്തിക ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു തർക്കം മാത്രമാണ് ഇവര് തമ്മിൽ ഉണ്ടായിരുന്നത്. അത് പക്ഷെ ആ തർക്കം പരിഹരിക്കാനായി 40,000 രൂപ റഹീം അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയൊക്കെയാണ് ഈ കള്ളത്തരം എന്ന് പറയുന്നത്. റഹീമിന്റെ വാക്കുകളിൽ നിന്നും വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏകദേശം ഇവരുടെ ഈ ഒരു വലിയ ആഡംബരം നിറഞ്ഞ ഈ ഒരു വീട്, പുറമേ നോക്കിക്കഴിഞ്ഞാൽ ആഡംബരം നിറഞ്ഞ ആ വീടിന്റെ പ്രമാണം പണയം വെച്ചിരുന്നു. 4 ലക്ഷം രൂപയാണ് പ്രമാണം പണയം വെച്ച് ആ ബാങ്കിൽ നിന്നും ഇവർ എടുത്തത്. റഹീമിന് അറിയാവുന്ന തുക 4 ലക്ഷം രൂപ എന്നാണ്. പക്ഷെ ഇവർ ആ 4 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ മാത്രമാണ് ഉപയോഗിച്ചത്. അപ്പം അതുപോലെ തന്നെയാണ് ഈ വാഹനം വിറ്റത്. 2 ലക്ഷം രൂപയ്ക്ക് വാഹനം വിറ്റു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 2 ലക്ഷം രൂപയ്ക്കല്ല, ആ വാഹനം വിറ്റത് 4 ലക്ഷം രൂപയ്ക്കാണ്. കാർ വിറ്റത് 4 ലക്ഷം രൂപയ്ക്കാണ്. 2 ലക്ഷവും റഹീമിൽ നിന്ന് മറയ്ക്കുന്നു. അങ്ങനെ റഹീമിൽ നിന്ന് മറച്ചുകൊണ്ട് ഇനി റഹീമിൽ നിന്ന് എന്തിനാണ് ഇവർ മറയ്ക്കുന്നതെന്ന് പറയാൻ
പറ്റില്ല. കാരണം ഇനി ഇത്രയും രൂപയ്ക്കാണ് കാറ് വിറ്റത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ ആവശ്യമല്ലേ ഉള്ളൂ, ആ 2 ലക്ഷം രൂപ എനിക്ക് അയച്ചു തരൂ എന്ന് റഹീം ആവശ്യപ്പെടുമെന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ റഹീം അറിയാത്ത പല കാര്യങ്ങളും ഇനി ഇതിന് പിന്നിലുണ്ടോ എന്നറിയില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ തരാനുണ്ട്, ഞങ്ങൾക്ക് അഫ്ഫാനും അഫ്ഫാന്റെ ഉമ്മയും പൈസ തരാനുണ്ട്, കടം തരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തട്ടത്തുമലയിലെ ഉമ്മയും സഹോദരിയും അല്ലാതെ മറ്റാരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. റഹീമിന്റെ അടുത്തേക്ക് വെഞ്ഞാറമൂട്ടിലെ ഒരു അസിസ്റ്റന്റ് മാനേജറിന്റെ ഒരു വാർത്ത എത്തുന്നത്, അദ്ദേഹത്തെ ഇപ്പോൾ പോയി കണ്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ തട്ടുമലയിലെ ബന്ധുക്കൾ 2 പേർ അല്ലാതെ വേറെ ആരും തന്നെ വന്നതായോ അല്ലെങ്കിൽ പറഞ്ഞതായോ ചോദിച്ചതായിട്ടുള്ള ഒന്നും അറിവില്ല. മറ്റൊന്ന്, ഈ റഹീം പറയുന്നത് സ്ഥിരമായി പബ്ജി അഡിക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. സ്ഥിരമായി, അതായത് മൊബൈൽ ഫോൺ ഒന്ന് താഴെ വെച്ച് കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ പബ്ജി അഡിക്റ്റ്, പബ്ജി കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരാളെ ഫോൺ ചെയ്തു, അത് മിക്കവാറും ഫർസാനെ ആയിരിക്കാനാണ് സാധ്യത, ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതല്ലാതെ വേറെ സിനിമ കാണുന്നതോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് ബന്ധുക്കളോട് സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള അഫ്സാനെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ഈ കോവിഡിന് മുൻപ് അവരുടെ വീട് എത്ര സന്തോഷത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ളത്. അതായത് 1 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഒരു കുടുംബത്തിൽ എന്തൊക്കെയായിരിക്കും സന്തോഷമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതായത് കൃത്യമായി തന്നെ ഭക്ഷണമുണ്ട്, നല്ല രീതിയിലുള്ള ഭക്ഷണമുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് എവിടെ വേണോ പോകാം, വസ്ത്രം, അങ്ങനെ ഭയങ്കര വലിയൊരു പോഷ് ടീം എങ്ങനെ ജീവിക്കുമോ അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെയാണോ പോഷ് ടീമുകൾ ജീവിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു, അതുപോലെയുള്ള ഒരു ജീവിതം നയിച്ചു പോയെന്നവരായിരിക്കണം. പിന്നീട് ഞാനും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രതിയായോ അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കാം, അവരെ ചുറ്റുപറ്റി അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. അല്ലെങ്കിൽ മാധ്യമങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കും. ഇതുവരെ ആ പ്രതി, ഇപ്പൊ ഇവിടെ നമുക്ക് അഫാൻ എടുക്കുവാണെങ്കിൽ അഫാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ ഇതുവരെയായിട്ടും അധികം ആരും അവരെ കുറിച്ച് സ്വഭാവത്തെ കുറിച്ചോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു സൗഹൃദ വലയം, നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നാട്ടിലൊരു സൗഹൃദ വലയം ഉണ്ടാവും, നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടാവും, നമ്മുടെ കൂടെ ജോലി ചെയ്യും. ഇവിടെ അഫാനെ സംബന്ധിച്ച് ജോലി ചെയ്യുന്ന ആരും ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം അധികം ജോലിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നാട്ടിൽ പോലും ഒരു സൗഹൃദ വലയം ഇല്ല. അതൊരു ഇത്രയും കാലമായിട്ട് ആരും തന്നെ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ അഫാനെ കുറിച്ച് പറയാം, എന്തായാലും ഈ ഒരു ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ എപ്പോഴും ഒരു രഹസ്യ സ്വഭാവം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ നമ്മൾ ഇവിടെ കണ്ടതാണ് വെള്ളറടയിൽ അച്ഛനെ കൊലപ്പെടുത്തിയ പ്രജിൻ എന്ന ആ പയ്യനും അല്ലെങ്കിൽ ആ വ്യക്തിക്കും അയാൾക്കും ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നില്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ആരും പുറത്തു വന്നിരുന്നില്ല. പക്ഷെ നമുക്ക് പിന്നീട് ആ കേസ് അവസാനിപ്പിച്ചത്, മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത അവസാനിപ്പിച്ചത് ഒരു കറുത്ത വസ്ത്രം ധരിച്ചൊരു വ്യക്തി അവിടെ എത്തിയിരുന്നു എന്നതാണ്. രണ്ടാമൻ ആര് എന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരമില്ല. അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നപ്പോഴാണ് ഈ രണ്ടാമത്തെ ഈ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം വന്നത്. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളുടെ ശ്രദ്ധയും ഇങ്ങോട്ടേക്ക് വരികയുണ്ടായി. പിന്നെ ഇടയ്ക്ക് ഒരു അപ്ഡേഷൻ വന്ന DGPയുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അമ്മ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെയൊക്കെ ഒരു തലമുറ വ്യത്യാസം എടുത്ത് നോക്കില്ലേ, നമ്മുടെയൊക്കെ പാരന്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ മുൻപ് ഉള്ള ജനറേഷനിലുള്ള നമ്മുടെ ആളുകൾക്ക് അവരുടെ പാരന്റ്സിന് എന്തായാലും കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കൾ. ഇപ്പൊ നമ്മുടെ അമ്മമാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അവർക്ക് അറിയാം നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമ്മുടെ പാരന്റ്സിനോട് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്നത്തെ ഒരു തലമുറയിൽ അങ്ങനെ പാരന്റ്സിന് പോലും അറിയില്ല സത്യം പറഞ്ഞു. അല്ല, അങ്ങനെ മുഴുവനായിട്ട് പറയല്ല, ഉള്ളവരും ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ മക്കൾ ആരുടെ അടുത്തൊക്കെയാണ് പോയി സംസാരിക്കുന്നത്, സ്കൂളിലും ജോലി സ്ഥലത്തും അല്ലെങ്കിൽ നാട്ടിലും ആരൊക്കെയാണ് അവരുടെ സുഹൃത്ത് വലയങ്ങൾ, അതൊന്നും അറിയില്ല. ആ ഒരു വ്യത്യാസം ഇവിടെയും നമുക്ക് എടുത്ത് പറയാം. ഒപ്പം അതുപോലെ തന്നെയാണ് ഇപ്പൊ ചില കുട്ടികളുണ്ട് കുടുംബത്തോട് തന്നെ അങ്ങ് ചേർന്ന് പോകും. അതായത് കളിക്കേണ്ട സമയത്തോ പഠിക്കേണ്ട സമയം അല്ലെങ്കിൽ കളിക്കേണ്ട സുഹൃത്തുക്കളുമായി ഇടപഴകേണ്ട സമയത്ത് അവനെ കളിക്കാനോ ഇങ്ങനെ ഒന്നിനും വിടാതെ പിടിച്ച് കൂട്ടിലടച്ച് കിളിയെ പോലെ വളർത്തിയിട്ട് പിന്നീട് ഒരു സമയം കഴിയുമ്പോൾ അവന് പുറമെ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ പുറമെ മറ്റൊരു ആണോട് സംസാരിക്കാൻ മടിയാണ്, സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ അവൻ അറിയില്ല എങ്ങനെയാണ്. അങ്ങനെയുള്ള ചില കുട്ടികളും ഉണ്ട്. പുറമെ അധികം ആരത്തും സംസാരിക്കാതെ സുഹൃത്തുക്കൾ താല്പര്യമില്ല, ഉമ്മയുണ്ട്, അനിയനുണ്ട്. പിന്നെ 10 വയസ്സിന് ശേഷം, അതായത് അഫാൻ ജനിച്ച് 10 വർഷം കഴിഞ്ഞിട്ടാണ് അനിയനെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ നോക്കി വളർത്തി അവനൊരു അച്ഛനായിരുന്നല്ലോ അഫാൻ എന്ന് പറയുന്നത്. ഈ അഫ്സാന്റെ അച്ഛനെ പോലെ ഒരു വാപ്പ ഇപ്പോൾ 7 വയസ്സിലാണ് അഫാനെ ഏറ്റവും ഇളയ മകനെ അദ്ദേഹം കണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒക്കെ തന്നെ അദ്ദേഹത്തിന്, അതായത് ഈ ഇളയ മകന്റെ അച്ഛൻ എന്ന് പറയുന്നത്, ഉപ്പ എന്ന് പറയുന്നത് ഈ അഫ്സാനാണ്, അഫാനാണ്. അപ്പോ ആ ഒരു കാര്യം, അപ്പോ അനിയനും ഉമ്മയും
ഫർസാനയും ആണ് തന്റെ എല്ലാം എല്ലാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ ഒരാളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാകുന്നത് ഫർസാന മാത്രമാണ് ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത്. ഈ ഫർസാന ഏറ്റവും അടുത്ത സുഹൃത്താവുമ്പോൾ ഫർസാനയ്ക്ക് സുഹൃത്തുക്കളുണ്ട്. കാരണം ഫർസാനയുടെ മൃതശരീരം ആ കോളേജിൽ എത്തിയപ്പോൾ പൊട്ടിക്കരയുന്ന വിങ്ങിപ്പൊട്ടുന്ന സുഹൃത്തുക്കളെയാണ് കണ്ടത്. പക്ഷെ ഇതൊന്നും ആരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ വീട്ടിൽ നിന്ന് വിലക്കൊക്കെ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതെന്ന് PG സ്റ്റുഡന്റ് ആയിരുന്നു, മാത്രമല്ല ട്യൂഷൻ എടുക്കുന്ന മികച്ച വിദ്യാർത്ഥിയാണ്. കാരണം കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയിലൊക്കെ BA എടുക്കുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പഠന മികവുള്ള കുട്ടികളാണ് കെമിസ്ട്രിയിലൊക്കെ എടുക്കുന്നത്. മാത്രമല്ല ഈ പഠനത്തോടൊപ്പം ട്യൂഷൻ എടുത്തുകൊണ്ടും അപ്പോൾ നമുക്കറിയാം ചെറിയൊരു പ്രായത്തിൽ തന്നെ സമ്പാദ്യശീലവും അതൊക്കെയുള്ള ഒരു നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി പോകുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഇവിടെ അഫാൻ നേരെ തിരിച്ചാണ്. ഈ പറഞ്ഞ പോലെ ഗെയിം, ഫോണ്. ഇന്നാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഗെയിം ഉണ്ട്. ഈ പറയുന്ന പബ്ജിയിലടക്കമാണെങ്കിലും എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൽ ഗെയിമിന്റെ ഒരു രീതി എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇവൻ കൂടുതലും ഈ പറയുന്ന പോലെ ഫോണിലാണ്. മറ്റുള്ള എന്തെങ്കിലും അവന്റെ കഴിവുകൾ പുറത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഇല്ല, സുഹൃത്ത് വലയങ്ങളില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും എൻഗേജ്ഡ് ആവാതെ ഈ പറയുന്ന പോലെ കടം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ തലയിലോട്ട് കയറ്റി നടക്കുന്ന ഒരു തരം വ്യക്തിയാണ്. മാത്രമല്ല എനിക്കിപ്പോ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കോടതി ഇതിൽ ഇടപെടുന്നുണ്ടെന്നാണ്. അഫാൻ ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അഫാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി എങ്ങനെ ആയിരിക്കണം എന്ന് കോടതി വേണം തീരുമാനിക്കാൻ. അതായത് കാരണം ഒരു പ്രത്യേക കേസ് സ്റ്റഡിയാണല്ലോ. അപൂർവങ്ങളുടെ അപൂർവമായിട്ടുള്ള സംഭവം 6 മണിക്കൂറിനുള്ളിൽ 6 കൊലപാതകങ്ങൾ നടത്താൻ ശ്രമിച്ചു. അത് 5 പര്യവസാനിച്ചു. അതിൽ 6 കൊലപാതകങ്ങൾ നടത്താൻ ശ്രമിച്ച 23 വയസ്സുകാരനെ കുറിച്ച് പഠിക്കണമോ, കേസ് ഡയറി പ്രത്യേകം തയ്യാറാക്കണം, പ്രത്യേക കേസ് സ്റ്റഡി നടത്തുമെന്നൊക്കെ പോലീസ് തീരുമാനിച്ചിരുന്നു. എന്തായിരിക്കണം ഇനി മുന്നോട്ടുള്ള നീക്കം എന്ന് കോടതി തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. കോടതിയുടെ നിർണായക ഒരു നീക്കം വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോടതി പറഞ്ഞിട്ടുണ്ട് ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ചെറിയ ശിക്ഷയൊക്കെ അധ്യാപകർക്ക് കൊടുക്കാം എന്ന് കോടതി പറയുന്നുണ്ട്. അതായത് കോടതി തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് അധ്യാപകർ വടിയെടുക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും ഈ ഒരു അധ്യയന വർഷം എടുക്കുമ്പോഴെങ്കിലും അത് ആ ഒരു തീരുമാനം എടുക്കട്ടെ അല്ലെ. പക്ഷെ ഇപ്പോൾ ഒരു 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ അടിക്കാൻ ചെന്നാൽ തിരിച്ചു ആ കമ്പ് വാങ്ങി അടിക്കുന്ന സാഹചര്യം എത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് പണ്ടൊക്കെ തന്നെ അധ്യാപകർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബഹുമാനം തോന്നിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അധ്യാപകരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അധ്യാപകർ എന്ന് പറയുന്ന ഒരു സോക്കോൾഡ് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, സാരിയൊക്കെ ഉടുത്ത് വന്ന നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മക്കളെ എന്ന് വിളിച്ച് സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന, ആ പാർഷ്യാലിറ്റി കാണിക്കാത്ത ടീച്ചർമാരൊക്കെ തന്നെ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പല കേസുകളും സ്കൂളിലെ കൗൺസിലിംഗ് വഴി അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർ വഴിയാണ് പലതും പുറത്ത് പീഡന കാര്യങ്ങളൊക്കെ തന്നെ പലതും പുറത്തു വരുന്ന ടീച്ചർ വഴിയൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ പലരും പാരന്റിങ്ങിനെ കുറ്റം പറയുന്നവരുണ്ട്. എന്ത് വൃത്തികെട്ട സ്വഭാവം ഉണ്ടെങ്കിലും അത് കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷെ നമുക്കവിടെ നല്ല സ്വഭാവം ഉണ്ടാവാം അവിടെ, അതിന് ആരും എടുത്ത് പറയുന്നില്ല. മാത്രമല്ല ഇന്ന് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഫോൺ അത്ര ഈ ഒരു ഡിജിറ്റൽ യുഗം അല്ല ഇത്രയൊന്നും. അപ്പൊ നമ്മൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഒരു ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളാണ് ഏറ്റവും വലുത്. കൂടുതൽ സമയം നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെയാണ് നമ്മൾ ഇടപഴകുന്നത്. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുപോയി അവരുടെ കൂടെ കളിക്കുന്നു. അന്നൊന്നും നമ്മൾ ഓടി വന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും ചെക്ക് ചെയ്യില്ല. അതിനുള്ള സൗകര്യം ഇല്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഓടിപ്പോയി അപ്പുറത്തുള്ള സുഹൃത്തുക്കളുടെ കൂടെ കളിക്കുന്നു, നമ്മുടെ അച്ഛന്റെ അമ്മയുടെ കൂടെ ഇന്ന് വർത്താനം പറയുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നു. ഇപ്പോ അങ്ങനെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കളിക്കാൻ പോവുകയല്ല, പല കുട്ടികളും റീൽ എടുക്കുകയാണ്. അമ്മ ഇങ്ങനെ പറയുന്നത് നീ റീൽ എടുക്കുക, നമുക്ക് റീച്ച് ആവാം. അങ്ങനെ എത്രയോ കുട്ടികൾ റീച്ച് ആയിരിക്കുന്നു. റീച്ച് ആകുന്നതൊക്കെ തന്നെ നല്ല കാര്യം തന്നെയാണ്, ശരിയാണ്. അവരുടെ ഭാവിയിൽ ചിലപ്പോൾ അത് ഉപയോഗപ്പെട്ടേക്കാം. ഇപ്പോൾ അഭിനയം ഇഷ്ടമുള്ള കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ അതിപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ റീല് നീ ഇന്ന് എടുക്ക്, ഇല്ലെങ്കിൽ അവൾ സാധാരണ രീതിയിൽ കാക്കയും പട്ടിയെയും പൂച്ചയും പുറത്തു നിന്ന് കണ്ടു വളരേണ്ട പ്രായത്തിലാണ് ഫോണിൽ വന്ന് പല വലിയ നടന്മാരും അല്ലെങ്കിൽ വലിയ ആളുകൾ പറഞ്ഞു വെച്ചിട്ട് ഡയലോഗ് അതേപടി പടർത്ത് പോടാ പുല്ലേന്നോ പോടാ പട്ടിയെന്നോ ഒക്കെ വിളിക്കുന്ന ആ ഭാഷകളൊക്കെ തന്നെ അതേ രീതിയിൽ ഡബ് സ്മാഷ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ആൾക്കാർ ലൈക്ക് അടിക്കുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരും സന്തോഷിക്കുകയാണ് ഇത് കൂടുതൽ ചെയ്യാമെന്നുള്ളൊരു ഇതുവരെ കുഞ്ഞു കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ല റീൽസ് ചെയ്യുന്നത്. എന്തായാലും കാലം പറഞ്ഞ കാലം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ അഫാന്റെ കേസുമായി ബന്ധപ്പെട്ട കോടതി ഒരു തീരുമാനം ഉണ്ടാകുന്നു. ഈ 3ാം ഘട്ട തെളിവെടുപ്പ് നടത്തുന്നു. ഇന്ന് എന്തായാലും ഒരു നാടകത്തിന് മികച്ച ഒരു നടന്റെ അവാർഡ് ഇതിനോടകം തന്നെ അഫാൻ ലഭിച്ചിട്ടുണ്ട്. കാരണം തലകറങ്ങി വീഴുന്നു, അത് കേസിൽ ഒന്നുമില്ല എന്ന് പറയാൻ കാണിക്കുന്ന ഒരിത്, പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയൊക്കെ തന്നെ പല തരത്തിലുള്ള നാടകങ്ങൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് അഫാന്റെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇന്ന് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്ത് നാടകമാണ് അഫാൻ കാഴ്ചവെക്കുക നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.
നന്ദി.